റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചക്ക് പറഞ്ഞു നിങ്ങളോട് എന്നോട് വലാ തഹസദൂ നിങ്ങ അപ്പുറം നെഞ്ച് വെക്കണ്ട, പക വെക്കണ്ട, കേട് വെക്കണ്ട, നെഞ്ച് കാറണ്ട, ചതി വെക്കണ്ട. വലാ തബഅലൂ നിങ്ങ പരസ്പര അരസ വെക്കണ്ട. ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂൽ പറഞ്ഞ പോയിന്റ് എന്തറിയാ? ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള ചൊന്നെന്തറിയാ? നിങ്ങ നെഞ്ച് വെക്കണ്ട, പക വെക്കണ്ട, അസൂയ വെക്കണ്ട, അരസപ്പെടണ്ട ചൊന്നിട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയാ? അത്തഖ്വാഹ ഉനാ അത്തഖ്വാഹ ഉനാ അത്തഖ്വാഹ ഉനാ. തഖ്വ എന്നത് ഇവിടെയാണ്. തഖ്വ എന്നത് ഇവിടെയാണ്. അത് കൽബിലാണ്, മനസ്സിലാണ്, ഹൃദയത്തിലാണ്. തഖ്വ എന്നത് കേവലം നിസ്കാരമല്ല. തഖ്വ എന്നത് കേവലം നോമ്പല്ല. തഖ്വ എന്നത് കേവലം ഖുർആൻ ഓത്തല്ല. തഖ്വ എന്നത് ഇവിടെയാണ്. നമുക്ക് ഇതന്നെയാണ് ഇല്ലാത്ത. നമുക്ക് തഖ്വ തന്നെ ഇല്ലാത്ത. ബാക്കിയെല്ലാം ഉണ്ട്. നിസ്കാരം കണ്ടെങ്കിൽ അവൻ സലാം വീട്ടുന്നേ ഇല്ല. അങ്ങനത്തെ നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ നെറ്റിയില് 3 ആൾക്ക് തുണി കൽക്കുക, അത്ര വലുത്. നോമ്പ് എല്ലാവർക്കും പെരുന്നാളായിട്ട് ഓൻ ഇപ്പോഴും ഉള്ള സാക്കി നോമ്പ്. എന്നിട്ടും ഓന്റെ അത്ര നഞ്ച് കാരണം ഈ നാട്ടിൽ വേറെ ഇല്ല. ഇതാ തഖ്വ അല്ല, തഖ്വ ഇവിടെയാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ മുത്തഖീങ്ങളാകണം. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ഇന്നലിൽ മുത്തഖീന മഫാസ. അല്ലേ? അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾക്കാണ് വിജയം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് എല്ലാ സുഖവും, എല്ലാ വിജയവും, സ്വർഗ്ഗവും എല്ലാം മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ. തഖ്വ എവിടെ? അതിവിടെ, നോട്ട് ഇവിടെ. അതതിന്റെ പുറം റേറാണ്. ഇതതിന്റെ പുറത്തേക്കുള്ള പോളിഷാണ്. ഇതെല്ലാം നിസ്കാരമൊന്നും വേണം വേണ്ടെന്നല്ല. ഇതെല്ലാം പുറത്തേക്കുള്ളതല്ലേ. ഇവന് നിസ്കാരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആവാണ്ട് കുറെ നിസ്കരിച്ച കാര്യമില്ല. കുറെ നിസ്കരിച്ച ആളെ അബ്ബാസ് ഫസ്റ്റ് ചൊന്നല്ലേ അസാസിൽ അവന്റെ ഫസ്റ്റത്തെ പേര് അങ്ങനെ. പിന്നെ അവന്റെ കുർത്തക്കേട്ടില് അവന്റെ ഹറാം പറപ്പുകൾ എന്തായി? ഇബ്ലീസ് എന്നായി. എത്ര നല്ല പേര്. അവന്റെ പേര് നോക്കണല്ലോ, മുഹിയുദ്ദീൻ. ആ പേര് ചൊല്ലണമെങ്കിൽ 3 വട്ടം ഒന്നും എടുക്കണം. സ്വഭാവ ജാമ കള്ളന്റെ. ഇപ്പൊ എന്തായി? കള്ളായി. ആ ചങ്ങായി അങ്ങനെ വല്ല ഇബാദത്ത്, ഭയങ്കര നിസ്കാര, ഭയങ്കര ഇൽമു, അതല്ല ജിബ്രീൽ ഉസ്താദല്ലായോ. എന്നിട്ട് എന്തായി? നെഞ്ചുകാറിയ ആലിമായ ആദമിനെ അല്ലാഹു തആല കാട്ടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇയാൾ നിന്റെ കാട്ടി കുറച്ച് ഇൽമു ഇതെല്ലാം ഉണ്ട്. അയാൾ നല്ലോണം പഠിച്ച ആള്, അയാൾ എന്റെ ഇൽമുള്ള ആള്. നീ തെല്ല് റെസ്പെക്ട് എല്ലാം കൊടുക്കണോ? നീ ഇങ്ങനെ കാലിന്റെ മേലെ കാലിട്ടിട്ട് ഇങ്ങനെ നീ വല്ല ആചാറായിട്ടിക്കും, നീ 4 ഇന്നോവ കാറുള്ള ആളായിട്ടിക്കും, നീ സ്വർഗത്തിന്റെ വലിയ ബോസ് ആയിട്ടിക്കും എന്നും അയാൾ ഇൽമുള്ള ആള്. അയാളെ നല്ല മര്യാദ വെക്കണം ചെന്നപ്പോ അവന്തിരി ചൊന്നത്ര എന്ത് മര്യാദ? ശമ്പളത്തിന്റെ ആള്. അന ഖൈറു മിന്നു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഓനക്കാലം ഞാൻ ബെസ്റ്റ്. എന്തേ? അവനെ നീ മണ്ണിൽ പഠിച്ച, എന്നെ നീ തീയിൽ പഠിച്ച. ഓന്തി വിചാരിച്ചെന്ന് ഒന്നുണ്ടാ? മണ്ണും ചൊന്നെങ്കിൽ എപ്പോഴും മേലെറിഞ്ഞെങ്കിൽ കീലേ വണ്ടോ. നിങ്ങ ഓട് വേണം. നിങ്ങ മണ്ണ് മേലെറിയൂല, കീലേ വണ്ടോ. തണ്ണി കിട്ടൂല, കീലേ പോണ്ടോ. അതേ ടൈമിൽ തീ അങ്ങനെയല്ല. തീ ഓട കത്തിച്ചെങ്കിലും ദഗദഗാന് മേലേ പോണ്ടോ. തീ അഡ പോണ്ട. എന്തൊക്കെ മൂളർ പോവോ നിങ്ങ? തീ ദഗദഗാന് മേലേ പോണ്ടോ. ആ ഐഡിയത്തിൽ ചൊന്നോ, അത് തിങ്കാക്കിട്ട് ഓൻ ചൊന്നോ, പഠിച്ചോനെ ആന ഖൈറു മിന്നോ, അവന്റെ കാലം നാണ് മേല്. അയാളെ റെസ്പെക്ട് ആക്കൊന്നും നാനില്ല. സത്യത്തിൽ തീയാ മേല്, മണ്ണാ മേല്. ഏതൊക്കെ പവർ? ഞങ്ങളെ പഠിച്ച മണ്ണുക, അവന്റെ പഠിച്ച തീക. മണ്ണുക എന്തേ? ഓടെ തീ പിടിച്ചെങ്കിൽ ഒരു പട്ടി മണ്ണ് കൊണ്ടിട്ട് അപ്പൊ കെട്ടിട്ടായി. ഓടെ മണ്ണുണ്ടെങ്കിൽ ഒരു പെട്രോൾ കൂടെ കത്താല കത്തും അപ്പം കേട്ടു. പിന്നത് മണ്ണവിടെ മേയിക്കും. എപ്പോഴും തീനെക്കാട്ടും മണ്ണെന്നെയാണ് വലുത്. ഞാൻ ഇതിന്റെ ഫിലോസഫി പറഞ്ഞല്ല, ഞാൻ ഒരു ഭാഗം പറഞ്ഞ.
ഓൻ ചിന്തിച്ച ആ രീതിയിലെല്ലാമാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഈ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, ഓന്റെ മനസ്സിൽ നല്ലോണം നെഞ്ചുണ്ടായി, അസതുണ്ടായി, അസൂയുണ്ടായി, ആദമിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. അവന്റെ തഖ്വ പോയി, അവന്റെ തഖ്വ പോയി. ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില ആജിമാർ, ഞങ്ങളുടെ ഇടയിലുണ്ട് ചില ഉംറക്ക് പോയ ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില നല്ലോണം നിസ്കാരമുള്ള ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില എന്നെ പോലത്തെ മൊയിലാമാർ, നല്ലോണം നഞ്ചകാര ആൾമാർ. ശരിയല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളെ കഥ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യനായ ആദം, ആദം, ആദ്യത്തെ നബിയായ ആദം, എല്ലാം കൊണ്ട് ലോകത്തിന്റെ ആദ്യത്തെ വ്യക്തിത്വമായ ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളാണല്ലോ ഹാബീലും കാബീലും. അല്ലേ അല്ലേ? ഇതിൽ ഫസ്റ്റ് വന്ന ആളാണ്. ഇവിടെ എല്ലാവർക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും അല്ലേ? ഹാബീല കാബീല. ഇതിൽ ഏതോ വർത്ത സ്വിച്ച് പിടിക്കാത്ത ആൾ, ഒരാൾ നല്ല ആൾ, അത് ആറ്, അത് ആറല്ല ചൊല്ല, ആർക്കും പിടിയില്ല. ചില മൊയിലാമാർക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവും. ഉടലൂർക്കല്ല, അല്ല, അത് ഈ യാസീൻ സൂറത്ത് പോലെ. യാസീൻ സൂറത്തുണ്ടല്ലേ, അത് എത്രേ കാണത് പഠിച്ചു എനക്ക് തപ്പു. നക്ക് ഒരാളെ സപ്പോർട്ട് ഇല്ലാണ്ട് അത് മുന്നക്ക് പോന്നേ ഇല്ല. നണ്ട് വിഷയം ചൊല്ലേ, നിങ്ങൾ 2 വർഷം വേലക്ക് വിളിച്ചെങ്ങോ വലിയ വിഷയം ഇല്ല, വിളിച്ചില്ലെങ്കോ വലിയ വലിയ ആൾമാരല്ലോ വിളിക്കൂറ, അങ്ങനെ വിളിക്കൂറോ. യാസീൻ അങ്ങനെ ഉണ്ട്. ചില ആൾമാർക്ക് എത്ര കാണാതോല്യം കൊണ്ടല്ലേ, ചില ആൾമാർക്ക് തപ്പു. എപ്പോഴും അല്ല, എപ്പം ഒരിക്കൽ തപ്പു. എല്ലാവർക്കും അല്ല, ചില ആൾമാർ എപ്പോഴും അല്ല, എപ്പം ഒരിക്കൽ. നിങ്ങൾ നാളെ ക്ലിപ്പിട്ടിട്ട് പുളിപ്പാക്കിയിട്ടുണ്ട്. യാസീൻ ആർക്ക് പണ്ടില്ല, നീ അടിച്ചൊന്നൊരു കേക്കറോള ഹെഡിങ് കൊടുക്കുവാണ് ഓന്റെ മകളിൽ എൽദ്രോ. നാണ് 9 വർഷം 10-11 വർഷം എന്തോ പ്രസംഗിച്ച ഒരു ക്ലിപ്പില് ഇന്നലെ മുഞ്ഞാണ്ട് അമിത് ഷാന്റെ ഫോട്ടോ ഇട്ടിട്ട് എഡിറ്റ് ആക്കി വന്നത്. നാണ് പ്രസംഗിക്കുമ്പോ ചങ്ങയുടെ അഡ്രസ്സിലേ ഇല്ല. പോ അല്ല, എഡിറ്റ് ആക്കിയോണം അല്ല വിടുവാ. നാളെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതമായെങ്കിൽ പേടിയില്ല. അള്ളാന്റെ ദുനിയാവില് അവൻ വിധിച്ചതേ നടക്കുമത്ര, അതിന്റെ അപ്പുറം എന്തോ ആന്നില്ലേ. എന്തെങ്കിലും കുതന്ത്ര നിങ്ങൾ എപ്പോഴും പേടിക്കണോ? എന്തെങ്കിലും നായക ആരിയിൽ ജവാബ്ദാരി. എഡിറ്റ് ആക്കിയോണക്ക് പൈസയും കിട്ടിയല്ല, അവന്റെ പേരും പൊന്തി ഞങ്ങ ഗോവിന്ദ. ആ ടൈമിൽ ഈ ചങ്ങ ഇല്ലെങ്കിലോ ഗുജറാത്തിലേ ഇല്ല മാരി. ഇപ്പൊ വന്നോ ഇത് ഇന്നലെ എഡിറ്റ് ആക്കുമ്പോ ഓന്റെ ഫോട്ടോ അല്ല, നന്റെ കാട്ടി ചന്തമുണ്ടോ ഓന്റെ ഫോട്ടോ. അപ്പൊ ഒരു വലിയൊരു ഉസ്താദെ വിളിച്ചിട്ട് നണ്ടോട്ട് ചൊല്ലോ, ഉസ്താദ് ഈ എഡിറ്റ് ആക്കിയോണ്ട് എനിക്ക് ഗുരുത്തുണ്ടാ ഇല്ല. ഇതെല്ലാം അവരോട് ചൊല്ലോ, ആ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് എഡിറ്റ് ആക്കിയിട്ട്. കാരണം വലിയ വലിയ ആൾമാർക്ക് ഇതിൽ പേടിയത്. ഇങ്ങനെ ഇപ്പൊ അങ്ങനെയല്ല പോവാം ഞങ്ങളെ അവസ്ഥ. കണ്ടില്ലേ, ഞങ്ങളെ മദനി ഉസ്താദ് അബ്ദുൽ നാസർ മദനി ഉസ്താദ്, അയാൾക്ക് ഇത്രല്ല ദ്വാരന്ന്, ഇത്രല്ല ചെലവിട്ട്, ഇത്ര വലിയ വലിയ വക്കീൽമാരിലെ വെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വക്കീൽ, അഡ്വക്കേറ്റ്, കോൺഗ്രസിന്റെ സീനിയർ ലീഡറായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാൾ മഹാനായ കപിൽ സിബൽ. അയാളെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇയാൾക്ക് ജാമ്യം കിട്ടി. ഒരു 3 തിങ്ങമ്മ 2 തിങ്ങമ്മ റായത്തേക്ക് പോയിട്ട് പറയാന്ന് കോർട്ട് വിധിച്ച്. എന്നിട്ടും ഇങ്ങ വിടില്ല. ഇങ്ങ പിച്ചോട്ടം തോന്നുന്നുണ്ടാ കോടി ഉറുപ്പ കെട്ടിയിട്ട് പോണോ? പോലീസുകാരെ ചെലവ്, ആ ചെലവ്, ഈ ചെലവ്. അതായത് എന്തെങ്കിലും ആക്കിയിട്ട് ഇയാളെ ബുദ്ധിമുട്ടാക്കണം തന്നെ. ചന്തത്തിൽ പോയിട്ട് പറവ് വീട് തീരാ. ഞാൻ ഇത് അങ്ങനെ ദൂരല്ല. ഒരു മനുഷ്യർക്ക് മനുഷ്യത്വ മാനുഷിക പരിഗണന ചെന്നിട്ടൊന്നില്ലേ. ഇണ്ട് കോർട്ട് കേട്ടാതേ, ഇന്ന് കോർട്ടിൽ ചർച്ച വന്ന കോർട്ട് കേട്ട്, സുപ്രീം കോടതി ജഡ്ജിമാർ ഞങ്ങളെ ജുഡീഷ്യറി കേട്ട് അയാള് പോണ്ടത് ഇല്ലാണ്ടാക്കണം. നിങ്ങളെ മനസ്സാ ഇത്രല്ല ഈ കോടി നിങ്ങൾ ബലവിച്ചുണ്ടോ? പോലീസിന്റെ ചെലവ്, ആ ചെലവ്, ഈ ചെലവ്. അപ്പൊ അയാൾക്ക് കൊടുത്തതും വേണ്ടയാ. ഇതൊക്കെന്താ അർത്ഥമുള്ളത്? കോടതി കേട്ട്. അപ്പൊ കുതന്ത്രകാരിക്ക് അത് എപ്പോഴും ഉണ്ട്. ജാഗ്രതാക്കണം. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അവൻ നാളെ ക്ലിപ്പാക്കുമ്പോ ക്ലിപ്പാക്കണ്ട. എന്റെ ക്ലിപ്പാക്കുന്നൊക്കെ അറിയും, ഏജന്റും ഇല്ല, എന്തും ഇല്ല. നക്ക് ക്ലിപ്പാക്കിയോണ്ട് എന്നൊക്കെ അറിയൂല. നാണ് വരുന്ന വയല് കഴിഞ്ഞിട്ട് 11-12 മണി എന്താ ഒസങ്കടി എത്താനായി. അപ്പൊ നക്കൊരു ചായ കുടിക്കണമെന്നായി. ഒസങ്കടി റോഡ് സൈഡിൽ ഇപ്പൊ ഹൈവേ ലെഫ്റ്റ് സൈഡ്, അങ്ങ് പോകുമ്പോ ലെഫ്റ്റ് സൈഡ്. ഞാൻ ഹോട്ടലിന്റെ പേര് ചൊല്ല, നാളെ അതും ക്ലിപ്പായിട്ട് വരും. ഞങ്ങളെ ഹോട്ടൽ പബ്ലിസിറ്റി ആക്കി ഇയാള് ഏജന്റ്. ഞാൻ അവിടെ ചായ കുടിക്കാൻ കയറി. ഒരു ചായ കുടിച്ചിട്ട് പിന്നെയും പോകണോ? കാസർഗോഡ് അങ്ങ് എത്തണ്ടേ. ചായ കുടിച്ചിട്ട് നിൽക്കുമ്പോ ഒരു 2-3 ആൾ വന്നായിരുന്നു. കാണുമ്പോ നല്ല മൊയിലാമാറാ മനുഷ്യന്മാരാന്ന് ഇപ്പൊ ചൊല്ലില്ല. ഇപ്പൊ കേക്കണ്ടേ?
വന്നിട്ട് മാഷാ അല്ലാ നിങ്ങളെ കണ്ടതിൽ സന്തോഷം, സെൽഫി ഗിൽഫി എല്ലാം എടുത്താറ്, എല്ലാം ആക്കിയാറ്, ഞങ്ങളെ ചായന്റെ പൈസ അങ്ങനെ കൊടുത്താറ്, എല്ലാം റാഹത്തായി. തോന്നുന്നുണ്ട് സാർ നിങ്ങൾ ആ ഒരു ക്ലിപ്പ് ഭയങ്കര വൈറലായില്ലേ? ഏത് ക്ലിപ്പ് തോന്നുന്നുണ്ട്? ക്ലിപ്പ് നോക്കിയിട്ടില്ലേ? സത്യം പറഞ്ഞ എന്റെ ക്ലിപ്പ് കേൾക്കുമ്പോൾ ഇതൊക്കെ ചെങ്കിയോ? ഞാൻ നേരം ചൊല്ലു, ഞാൻ എന്റെ പോരിശ പാട്ടല്ല, ഞാൻ നന്റെ വിഷു ചൊല്ലോ ഇത് പണ്ണുമല്ല, വിഷു ചൊല്ലോ ഓരോ മനുഷ്യന്മാർ ആക്കറെ ഒരു സ്വഭാവം അങ്ങനെ ചൊന്നിട്ട് ബരൽ ചൊന്നൂറ് ನಾನು ನಕ್ಕುಂಬ ವಾಟ್ಸಪ್ ಬಂದ್ರು ಪ್ರೈವೇಟ್ ಕಟ್ತೀರ ಅದು ಆಖಿರತಿಗೆ ಅಲ್ಲಾಹ್ ಉಪಕಾರಪಡುತ್ತಟ್ಟು ഞാൻ പറഞ്ഞു. ദുനിയ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കട്ടെ, അത് വിഷയമല്ല. ആഖിറത്തിಗೆ അല്ലാഹ് ഉപകാരപ്പെടുത്തട്ട് എന്ന് ചൊന്നിട്ട് ദ്വാരക്ക് ആമീൻ ചൊല്ലിട്ട് മുന്നുള്ള അയാൾ ചൊന്നു വന്നിട്ടുണ്ടാ അത് ക്ലിപ്പാക്കി മാഷാ അല്ലാ ആട്ടാട്ട് അൽഹംദുലില്ലാ. സോറി ദിവസം നല്ല വൈറലായി, ഇപ്പൊ നല്ല ഓടിയോണ്ടുണ്ടോ. ഇപ്പമേ ഞങ്ങൾക്ക് ഒരു എത്ര 6000 ചില്ലാൻ രൂപ 12,000 ചില്ലാൻ രൂപ കിട്ടി. എങ്ങനുണ്ട്? അപ്പൊ നക്കിത് അറിഞ്ഞോ ഈ ക്ലിപ്പെല്ലാക്കി പൈസയും കിട്ടും. ഞങ്ങ ബാബയെ ഓദിക്കല്ലേ, ഞങ്ങ ബാബുൽ ജനാസയും ബാബുൽ ജനാബത്ത് ഓതിയല്ലാണ്ട് ബാബുൽ യൂട്യൂബ് ഓതിയേ ഇല്ലല്ലേ. ഇത് ഞങ്ങളോട് കണ്ടെങ്കിൽ ആട്ടുപോവാ. ദീനക്ക് ഗുണമുണ്ടോ, സമുദായത്തിക്ക് ഗുണമുണ്ടോ, ആഹൃത്തക്ക് ഗുണമുണ്ടെങ്കിൽ ക്ലിപ്പാക്ക്, തെറ്റില്ല. അതിൽ ആരും പൊട്ടാക്കിയിട്ട് കാട്ടണ്ട, അതിൽ ആർക്കും ഞങ്ങൾ ചൊല്ലാത്തത് എഡിറ്റാക്കണ്ട. അതിലൊരു ഗുണയില്ലാത്ത ഒരു ഗുണപാഠയില്ലാത്ത കാലി ജോക്ക് മാത്രം ഇട്ടിട്ട് എഡിറ്റാക്കണ്ട. അത് പുറത്തല്ല, നാളെ ആഹൃത്തിൽ നീ ബെരല കടിക്കേണ്ടി വരോ. സമാജത്തിക്ക് ഗുണ വേണോ ആ ക്ലിപ്പല്, ദീനക്ക് ഗുണ വേണോ ആ ക്ലിപ്പല്, ഏറ്റവും ചുരുങ്ങിയത് ആക്കുന്ന കേൾക്കുന്ന നിനക്കെങ്കിലും ഗുണ വേണോ, ആഹൃത്തക്ക് ഉപകാരപ്പെടണോ, ആ അർത്ഥത്തിൽ മാത്രം ക്ലിപ്പാക്കണോ, അല്ലെങ്കിൽ തൊടപോണ്ട ഇക്കട്ടവിടെ. അത് ആഹൃത്തക്കല്ല ഉപകാരപ്പെടുത്തട്ട്. ഇതെല്ലാം ചൊന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ സമാജം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. കള്ളുകുടിയും കഞ്ചാവും മാത്രമല്ല, ഞങ്ങളെ സമാജം പോയിട്ട് ഓടകയെത്തി, ഏതോ ഒരു മൂലകെത്തി ഇരിക്കട്ടെ. കൽബ് നന്നായില്ലെങ്കിൽ, കൽബ് ശുദ്ധമായില്ലെങ്കിൽ അവന്റെ ഒരു ഇബാദത്തും അല്ലാഹ് കബൂൽ ചെയ്യില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കള് വതുലു അലൈഹിം നബബനയാദം ബിൽ ഹഖി ഇദ ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലാ ഖതുലന്നക. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ കഥ നബി അവരോട് പറഞ്ഞു കൊടുക്കണം. നബി അതിൽ ആദ്യത്തെ മകനാണ്, നല്ല മകനാണ് ഹാബീല. രണ്ടാമത്തെ മോനാണ് കുരുത്തം കെട്ടവനാണ്, നഞ്ചുകാറിയവനാണ് ഹാബീല. ഈ രണ്ട് മക്കളെ കഥ പറയണം നബി. ഇവരാരറിയുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം വെച്ച് നോക്കുമ്പോ ആദം ഹവ്വ ദമ്പതിമാർക്ക് 40 മക്കളാണ്. 20 പ്രസവമാണ് ഹവ്വ ഉമ്മാക്കുണ്ടായത്. എല്ലാം അവളി ജവളി ട്വിൻസ്, ഇരട്ട മക്കള്. ഓരോ പ്രസവത്തിലും ഒരാണ് ഒരു പെണ്ണ്. അങ്ങനെ 20 പ്രസവത്തില് 40 മക്കള്. അഭിപ്രായ വ്യത്യാസമുണ്ട്, ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രാമാണിക പക്ഷം ഇങ്ങനെയാണ്. ഹവ്വ ഉമ്മ പെറ്റു, 20 പ്രസവം, 40 മക്കള്, ഒരാണ് ഒരു പെണ്ണ്. അല്ലാഹ് പറഞ്ഞു രണ്ടാമത് വന്ന ആങ്ങളന്റെ കൂടെ വന്ന പെണ്ണിന് ഫസ്റ്റ് വന്ന ആങ്ങളെ കെട്ടണ, ഫസ്റ്റ് വന്ന ആങ്ങളന്റെ കൂടെ വന്ന പെണ്ണിന് രണ്ടാമത് വന്ന കാബീല് കെട്ടണ. ഇങ്ങനെ കെട്ടണ, മംഗലം കഴിക്കണ. അതിൽ ഫസ്റ്റ് വന്ന കാബീല് സമ്മതിച്ചു. അന്ന് അങ്ങനെ മംഗലാണല്ലേ, മനുഷ്യന്മാരല്ല, മലക്കല്ലല്ലേ. നിങ്ങക്ക് പിടിയായ മംഗലാണോ? മംഗലാവുക എന്നത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ. അത് ആദ്യകാലം മുതലേ ഉള്ള ഏർപ്പാടാണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, എല്ലാ നല്ലവരും ചെയ്ത 4 കാര്യത്തിൽ ഒന്നാണ് മംഗലം. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ മംഗലം കഴിക്കണോ? മംഗലം കഴിക്കേണ്ടി ആരെ? ആണ് പെണ്ണിനെ, പെണ്ണാണല്ലേ. അങ്ങനെ ആണും പെണ്ണായിട്ട് ആരുള്ളേ? ആണായിട്ട് ആദം നബിന്റെ മക്ക, പെണ്ണായിട്ട് ആദം നബിന്റെ മക്ക. വേറെ ആണുമില്ല പെണ്ണുമില്ല. അന്ന് ഓമഞ്ചൂരിൽ വേറെ പെണ്ണുണ്ട? അന്ന് ഓമഞ്ചൂരിൽ പെണ്ണ് പോയിട്ട് ഓമഞ്ചൂറയില്ല. നിങ്ങക്ക് തെല്ലി പിടിയാവൂരല്ലേ? അല്ലാഹു തആല പറഞ്ഞു, മൂത്ത ആണ് രണ്ടാമത് വന്ന പെണ്ണിനെ കിട്ടട്ടെ. ഒരാണൊരു പെണ്ണല്ലേ പെറ്റിന്. രണ്ടാമത് വന്ന പെണ്ണിന്, കാബീലിന്റെ ഒക്കത്തെ വന്ന പെണ്ണിന് ഫസ്റ്റ് വന്ന ഹാബീല് കെട്ടട്ടെ. ഹാബീലിന് സമ്മതം. ഹാബീലിന് അതിന് പ്രശ്നം തോന്നി. ഹാബീൽ നല്ല മനസ്സ് ക്ലിയർ ഉള്ള,
ഹാബീല് പറഞ്ഞു ഓക്കെ അൽഹംദുലില്ലാ സന്തോഷം. കാബീല് പറഞ്ഞു പറ്റാല. കാരണം പറഞ്ഞ കാബീലിന്റെ കൂടെ വന്ന രണ്ടാമത്തെ പെണ്ണ് കാണാൻ കുറച്ച് സ്റ്റൈല് ഏറെ, ഗ്ലാമർ ഏറെ, സൂപ്പർ. ഫസ്റ്റ് വന്ന പെണ്ണില്ലേ ഹാബീലിന്റെ കൂടെ വന്ന ഫസ്റ്റത്തെ പെണ്ണ് ചന്തമുണ്ട് ഇല്ലാന്നല്ല, ഞങ്ങളെ കാട്ടി എത്ര ചന്തം എന്നൊന്നും രണ്ടാമത്തെ പെണ്ണിന്റെ അണക്കിയില്ല. കാബീൽ ചൊന്ന നണ്ടകത്തെ വന്നത് നക്കെ, അത് ഒരു കാരണത്തിലും കൂടെ അല്ല. അല്ല ചൊന്നു ആ വേല അത് അയാള് നിൽക്ക്. അവസാനം അള്ളാന്റെ കൽപ്പനയല്ലേ കെട്ടി. അതെന്തുസ്താ അങ്ങനെ കെട്ടിയോ? അത് ആങ്ങളെ പെങ്ങല്ലേ. അന്റെ ആങ്ങളെ പെങ്ങല്ലാണ്ട് വേറെ ആണുങ്ങ പെണ്ണുങ്ങ ഇല്ല മോനെ. മാത്രല്ല അതിന്റെ ശരീഅത്തിൽ അത് അനുവദനീയമാണ്. ഈ ശരീഅത്തിൽ പറ്റാല. ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ ശരീഅത്താണ്. ഇത് മുഹമ്മദ് നബിയുടെ ശരീഅത്താണ്. അന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു. അതിപ്പോ നടക്കാല. നണ്ടൊട്ടിക്ക് വന്നപ്പോ നിങ്ങൾക്ക് നല്ല ചന്തോണ്ട് ഞാൻ ഒരുപോലെ മേകട്ടി എങ്ങാവാ, അതൊക്കെ വേറെ ആളിയെ മേ കൊടുക്കണതാണ്. കണ്ണൂരിൽ ഏതോ ഒരു ഷേഖുണ്ട്, കേരളത്തെ കണ്ണൂർ ജില്ലയിൽ. അയാൾ മരിച്ചില്ലെന്നറിയല്ല. അയാൾ ഷേഖ്, ബടാ ഷേഖ്. അയാൾ കെട്ടിയത് അറിവുന്നുണ്ട് പെങ്ങള്, സ്വന്തം പെങ്ങള്. അയാൾക്ക് മക്കളും ഉണ്ട്, കിടാക്കും ഉണ്ട്. അങ്ങനെ ആരോ ഞങ്ങൾ ആലിമീങ്ങ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ആലിമീങ്ങ പോയിട്ട് കേട്ട്, നിങ്ങൾ ഷേഖായിട്ട് വന്ന ആളല്ലേ, നിങ്ങൾ മറ്റുള്ളവർക്ക് തർബിയത്ത് നടത്തുന്നയാളല്ലേ, വഴിതെറ്റിയ ജനങ്ങളെ നേരാക്കാൻ വേണ്ടി വന്ന ആളല്ലേ, നിങ്ങളെ ശരീഅത്ത് തെറ്റിച്ചില്ലേ, നിങ്ങൾ സ്വന്തം പെങ്ങൾ എന്താ കെട്ടിയേ എന്ന് കേട്ടിട്ടും അയാൾ ചൊന്ന ആൻസർ എന്തുണ്ടാ, നാണ് കെട്ടിയത് നന്റെ ശരീഅത്ത്, ആദം നബിയുടെ ശരീഅത്ത്. പിന്നെ അയാൾ ഇപ്പൊ എന്തൊക്കെ ബാക്കിയായോ? ആദം നബിയുടെ ശരീഅത്ത് ഇപ്പൊ ഫോളോ ആക്കാവോ? ഈ ടൈമിലോ ഈസാ നബി അലൈഹി സ്വലാം വന്നങ്ങ് പോലും ഈസാ നബിന്റെ ശരീഅത്ത് ഫോളോ ആക്കുകയില്ല, മുഹമ്മദ് നബിന്റെ ശരീഅത്തന്നെ ഫോളോ ആക്കണോ. 5 നേരം നിസ്കരിക്കണോ, റമദാന്റെ നോമ്പ് നോക്കണോ, എല്ലാം. ഈസാ നബി ആണെങ്കിൽ പോലും 4ൽ ഒരു മദ്ഹബ് അംഗീകരിച്ചു പോണം. പിന്നെ ഇയാൾ ചെന്ന് ഞാൻ ആദം നബിന്റെ ശരീഅത്ത് പോണതിനെയാണ് ഈ ഷെയ്ഖ്. ഇയാള് പെങ്ങളെ കെട്ടിയതല്ല അത്ഭുതം, ഇയാളൊക്കെ ആൾമാർ കൂടിയതാണ് അത്ഭുതം. ആൾമാരുണ്ടല്ലേ അങ്ങനത്തെ, അതല്ല വല്ല അത്ഭുതം. അത് വിട്. ഏതായാലും ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളെ കെട്ടാൻ പറഞ്ഞു, കെട്ടി. അവസാനം ഇയാൾക്ക് മനസ്സില്ല, എന്നാലും കെട്ടി. അള്ളാന്റെ വിധി അങ്ങനെയാണ്, കെട്ടി. അങ്ങനെ കെട്ടിയിട്ട് ആ മനസ്സിന്റെ ഉള്ളിൽ പകയുണ്ട്, കേടുണ്ട്, നെഞ്ചുണ്ട്. നണ്ടൊട്ടിക്ക് വന്ന ചന്തത്തിന്റെ പെങ്ങാവും കെട്ടിയല്ലേ, വലിയ ആള് കെട്ടിയല്ലേ, ഹാബീല് കെട്ടിയല്ലേ. ഞാൻ അയാളെ വിടല. ചാൻസ് കിട്ടിയെങ്കിൽ ഞാൻ എപ്പം ഒരു പണി കൊടുക്കുക. എന്തുമില്ലെങ്കിൽ 2 വർഷം മീറ്റിംഗ് കൂടുമ്പോ അയാളെ പേര് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകൂടല. ഇയാളെ മനസ്സിൽ നഞ്ചു തളിച്ചോണ്ടുണ്ടോ? ഞാൻ ഉദാഹരണം ചൊന്നു, ഏത് കമ്മിറ്റി കേക്കണ്ടേ നീ? നിനക്ക് തിരികെ വേണമായിട്ട് ഉദാഹരണം ചൊന്നു. അങ്ങനെ ആ നഞ്ചിങ്ങനെ തളിച്ചോണ്ടിരിക്കുന്ന ഇടയില് അല്ല പിന്നൊരു ഇത് ചൊന്ന, ഇത് ഖുർബാനൻ, നിങ്ങൾ 2 ആളും കൂടിയിട്ട് ഒരു ബലി ഇറക്കണോ, ഒരു കുർബാന ഇറക്കണോ. 2 ആളും അർത്ഥ, ഹാബീലും അർത്ഥ, കാബീലും അർത്ഥ. അതെ, 2ൽ നിന്ന് ഒരാളുടെ, അതായത് ആദ്യത്തെ മകനാകുന്ന നല്ലവനാകുന്ന ഹാബീലിന്റെ എനി സ്പെല്ലിംഗ് മറക്കൊതീറ, എന്നെ ആറ് കേട്ടും നിങ്ങൾക്ക് തപ്പുകൊതീറ. ഹാബീലിന്റെ കുർബാനി അല്ല കബൂലാക്കിയ, വലം യുതഖബ്ബൽ മിനൽ ആഖരീൻ, ഖാബീലിന്റെ കുർബാനി അല്ല സ്വീകരിച്ചില്ല. ഇതും കൂടിയായപ്പോ ഖാബീലിന്റെ നെഞ്ചു കൂടി, അയാൾക്ക് ഹാബീലിനോട് പക കൂടി, അർസ കൂടി. മുന്നമേ അർസയിന്ത് ഏത് വിഷയത്തിൽ കൊണ്ടുണ്ടാ, പെങ്ങളെ കെട്ടിയ വിഷയത്തില്. ഇപ്പതാ കുർബാനിന്റെ വിഷയത്തിൽ പിന്നെയും പക കൂടി. അപ്പൊ അയാള് ചൊന്നെന്ത്ര കൊണ്ടുണ്ടാ, ഞാൻ നിന്നെ കൊല്ലും കേട്ടോ, നിന്റെ ബുടല. ചന്തത്തെ നണ്ടൊട്ടിക വന്ന പെങ്ങളെ കെട്ടിയിട്ട് സുഖമായിട്ട് കഴിയാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്നെ താഴ്ത്തിയിട്ട് നീ അങ്ങനൂടെ വലിയ ആളാണ്ടാ, നിന്നെ വിടല, നിന്നെ ഞാൻ കൊല്ലുക എന്ന് ചൊന്നപ്പോ ഹാബീൽ ചൊന്ന മറുപടി യന്ത്രകൊണ്ടുണ്ടാ, ഹാബീൽ ചൊന്ന ഉത്തരയന്ത്രകൊണ്ടുണ്ടാ, നീ നിന്റെ കൊള്ളുമ്പോ നാ നിന്റെ വിടല നക്കുവാളുണ്ടോ. അങ്ങനെ ചൊന്നേ ഞങ്ങൾ ചൊല്ല. അങ്ങനെ ഈ കുറി ഞങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ നിങ്ങളെ വിടല.
നോക്കാം. ഞങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ നിങ്ങളെയും കൂടല്ല, ഞങ്ങൾക്കും ഉണ്ട് ആള്. ഞങ്ങ അങ്ങനല്ലേ. എന്നാ ഹാബീൽ ഇങ്ങനെ ചൊന്നു, കാബീൽ ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോ ഹാബീൽ ചൊന്നത്ര കൊണ്ടുണ്ട് നൈസായിട്ട് കൂളായിട്ട് ചൊന്നു. ഇന്നല്ലാഹ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഏതൊരു കർമ്മ, കുർബാനിയാട്ട്, നിസ്കാരാട്ട്, ഹജ്ജാട്ട്, ഓത്താട്ട്, ബൈത്താട്ട്, വയലാട്ട്, നിങ്ങ കൊടുത്ത സദക്കാട്ട്, നിങ്ങ ചെയ്ത സേവനാട്ട്, ഏതു ആട്ട് അതല്ലാഹു കബൂലാക്കണമെങ്കിൽ കബൂലാക്കുന്നത് മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നിട്ടാണ്. നിനക്ക് തഖ്വയില്ല, നിനക്ക് കുറെ ഇതെല്ലാം ഉണ്ട്. നിസ്കാരത്തിൽ വല്ല കലെല്ലാം ഉണ്ട്, തലയിൽ വല്ല ബട തലയിൽ കൊട്ടുമുണ്ട്, അതിൻ്റെ ഉള്ളിൽ തൊപ്പിയും ഉണ്ട്, മനസ്സിൽ നഞ്ചി തളിച്ചോണ്ടുണ്ട്. നിന്നിൽ നിന്നിട്ടല്ല സ്വീകരിക്കാന. എന്നിട്ട് അയാള് പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ, എന്നെ അടിക്കാൻ, എന്നെ ഇടിക്കാൻ എന്നിലേക്ക് നീ കൈ നീട്ടിയാൽ, എന്നിലേക്ക് നീ കയ്യോങ്ങിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ കൈ നീട്ടല. നീ എന്നെ കൊന്നാലും ഞാൻ നിന്റെ ഒരു രോമം പോലും നമ്പലാക്കല, ഞാനാ പണിക്കില്ല. എന്റെ കൊന്തുണ്ടാ ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. എന്റെ കൽബിൽ പകയില്ല, എനിക്കാരോടും നഞ്ചിയില്ല, എനിക്കാരോടും പകയില്ല. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാ, നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാ. കാരണം നിന്റെ കൽബിൽ തഖ്വയില്ല, അത് പാടില്ല. നീ ഇങ്ങനെ നെഞ്ചി നിറക്ക വെച്ചിട്ട് നടക്കുന്ന കാലത്തോളം നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, നിന്റെ വഅദ്, നിന്റെ സകാത്ത് അല്ലാഹ് കബൂലാക്കല. ഖാല അല്ലാഹു അസ്സ വജൽ. ഇബ്രാഹിം